ശശി തരൂരിൻ്റെ ആൻ എറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ഇരുളടഞ്ഞ കാലം. ശശി തരൂരിൻ്റെ പ്രസിദ്ധമായ ഈ പുസ്തകത്തിൻ്റെ ആമുഖം ഇവിടെ വായിക്കുന്നു. ഓക്സ്ഫോർഡിലെ പ്രഭാഷണം ഇന്ത്യൻ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ പരിഗണിക്കുമ്പോൾ ചരിത്രം ക്ഷമാപണത്തിനോ അല്ലെങ്കിൽ പ്രതികരണത്തിനോ വേണ്ടിയുള്ളതല്ല. ഈ പുസ്തകം എന്തുകൊണ്ടോ പതിവില്ലാത്ത വിധം പ്രഭാഷണമായാണ് തുടങ്ങിയത്. 2015 മെയ് അവസാനത്തിൽ ഓക്സ്ഫോർഡ് യൂണിയൻ ബ്രിട്ടൻ അതിൻ്റെ പ്രാചീന കോളനികളോട് നഷ്ടപരിഹാരത്തിന് കടപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായത്തിൽ പ്രഭാഷണം നടത്തുവാനായി എന്നെ ക്ഷണിച്ചു. ആ ആഴ്ചയുടെ അവസാനം വെയിൽസിലെ ഹേ സാഹിത്യോത്സവത്തിൽ പ്രസംഗിക്കുവാനായി നേരത്തെ തന്നെ ഞാൻ നിശ്ചയിച്ചിരുന്നതിനാൽ പോകുന്ന വഴിക്ക് ഓക്സ്ഫോർഡിൽ ഇറങ്ങി അവിടെ ഒരിക്കൽ കൂടി സംവാദത്തിലേർപ്പെടുന്നത് ഒരു ദശകം മുൻപ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി ഞാനൊരിക്കൽ ചെയ്ത പോലെ ഒരുപക്ഷെ സന്തോഷകരമായിരിക്കുമെന്ന് എനിക്കും തോന്നി. ആ സംഭവം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള യൂണിയൻ്റെ ഹൃദയഹാരിയായ പരിസരങ്ങളിൽ ഒരു വിജയമായിരുന്നു. എങ്കിലും അതിൻ്റെ തുടർച്ചകൾക്ക് പുനരാലോചന നൽകാതെ ഞാൻ സന്തോഷവാനായി പുറപ്പെട്ടു. എന്നിരുന്നാലും ജൂലൈ ആദ്യം യൂണിയൻ ആ സംവാദം വെബിൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ കോപ്പി എനിക്കും അയച്ചു തന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് തൽക്ഷണം ട്വീറ്റ് ചെയ്തു. അതൊരു വൈറലായി തീരുന്നത് ആശ്ചര്യത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ അത് ഡൗൺലോഡ് ചെയ്യപ്പെടുകയും നൂറുകണക്കിന് സൈറ്റുകളിലേക്ക് പകർത്തപ്പെടുകയും ചെയ്തു. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും അത് ഫോർവേഡ് ചെയ്യപ്പെട്ടു. ഒരു സൈറ്റ് വേഗത്തിൽ തന്നെ 3 മില്യൺ വ്യൂസ് മറികടന്നു. മറ്റുള്ളവയ്ക്ക് അതിൻ്റെ ഒപ്പമെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഹിറ്റുകളുടെ എണ്ണത്തിൽ അസാധാരണ സംഖ്യകൾ റിപ്പോർട്ട് ചെയ്തു. എൻ്റെ വലതുപക്ഷ വിമർശകർ ആ പ്രസംഗത്തിനെ പുകഴ്ത്തുവാനായി സോഷ്യൽ മീഡിയയിൽ എന്നെപ്പറ്റിയുള്ള ട്രോളിങ്ങുകൾ നിർത്തിവെച്ചു. പ്രധാനമന്ത്രി പങ്കെടുത്തൊരു യോഗത്തിൽ ലോകസഭാ നേതാക്കൾ എന്നെ പ്രശംസിക്കുവാനായി വഴിമാറി സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ പ്രസ്താവനയിൽ ശരിയായ കാര്യം ശരിയായ സ്ഥലത്ത് പറഞ്ഞതിന് എന്നെ അഭിനന്ദിച്ചു. സ്കൂളുകളും കോളേജുകളും അവരുടെ വിദ്യാർത്ഥികൾക്കായി ആ പ്രസംഗം പ്ലേ ചെയ്തു. ജമ്മുവിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു ദിവസം നീണ്ടുനിന്ന സെമിനാർ സംഘടിപ്പിച്ചു. അതിൽ പ്രമുഖരായ പണ്ഡിതന്മാർ ഞാൻ ഉന്നയിച്ച ചില പ്രത്യേക വാദമുഖങ്ങളെ അഭിസംബോധന ചെയ്തു. ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നൂറുകണക്കിന് ലേഖനങ്ങൾ എഴുതപ്പെട്ടു. എൻ്റെ ഓക്സ്ഫോർഡ് പ്രഭാഷണത്തെ പുകഴ്ത്തുവാനായി എൻ്റെ അടുത്തേക്ക് പൊതു ഇടങ്ങളിൽ നിന്നും ഓടിയെത്ത അപരിചിതനെ ഞാൻ കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. ഒത്തിരി അപരിചിതർ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നു. ഞാൻ സന്തോഷത്താൽ ആശ്ചര്യപ്പെട്ടെങ്കിലും കുറച്ച് കുഴങ്ങിയിരുന്നു. ശ്രോതാക്കളിൽ 2/3 ഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടി സംവാദത്തിൽ ജയിക്കുവാനാകും വിധം എൻ്റെ ഭാഗത്തു നിന്നും മതിയായ രീതിയിൽ ഞാൻ സംസാരിച്ചുവെന്നത് ഒരു കാര്യം. ഞാൻ മികച്ച പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനുണ്ടായ ആരാധകരുടെ 10-1 പോലും അവയൊന്നും നേടിയിരുന്നില്ല. മറ്റൊരു കാരണം, ഞാൻ തികച്ചും പുതിയതായി എന്തെങ്കിലും പറഞ്ഞുവെന്ന് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ കരുതുന്നില്ല. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അന്യായങ്ങളെപ്പറ്റിയുള്ള എൻ്റെ വിശകലനം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ വായിച്ചതോ പഠിച്ചതോ ആയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. ഞാൻ നിരത്തിയ വാദങ്ങളും ഏറ്റവും അടിസ്ഥാനപരമായിരുന്നു. ഇന്ത്യൻ ദേശീയത 101 കാര്യങ്ങൾ എന്ന് അമേരിക്കക്കാർ വിളിച്ചേക്കാവുന്ന അത്ര അടിസ്ഥാനമായ കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ സമരങ്ങളെ ന്യായീകരിക്കാൻ ഞാൻ നിരത്തിയത്. രമേശ് ചന്ദ്ര ദത്തിനെയും ദാദാഭായ് നവറോജിയെയും പോലെയുള്ളവർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രമുഖരും 20-ാം നൂറ്റാണ്ടിലും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം കേൾവിക്കാരുള്ള അത്തരൊരു കൂട്ടത്തിൽ എൻ്റെ പ്രസംഗം സ്വാധീനം ചെലുത്തി.
ഈ വസ്തുത സൂചിപ്പിച്ചത് ഞാൻ അടിസ്ഥാനപരമെന്ന് കരുതിയ പല കാര്യങ്ങളും ഒരുപക്ഷെ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് പോലും അപരിചിതമായിരുന്നുവെന്നാണ്. അവർ നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ചുവെന്നതിനപ്പുറം ഞാൻ അവരുടെ കണ്ണ് തുറപ്പിച്ചതുപോലെയാണ് അവർ പ്രതികരിച്ചത്. ഈ തിരിച്ചറിവാണ് എൻ്റെ സുഹൃത്തും പ്രസാധകനുമായ ഡേവിഡ് ദാവിദാറിനെ എൻ്റെ പ്രഭാഷണം സാധാരണയുള്ളവർക്ക് വായിക്കുവാനും മനസ്സിലാക്കാൻ കഴിയുന്നതും ബ്രിട്ടീഷ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ അനുഭവങ്ങളെപ്പറ്റി അടിസ്ഥാന വസ്തുതകൾ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും മൂല്യവത്തായ ഒരു സൂചക ഉറവിടമായി മാറുകയും ഒരു ചെറിയ പുസ്തകമാക്കണം എന്ന നിർബന്ധം പിടിക്കുവാനും പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് കൊളോണിയലിസം ഒരു ഭീകരതയായി പരിണമിച്ചത് എന്ന് ഇന്ത്യക്കാരോടും ബ്രിട്ടീഷുകാരോടും വിശദീകരിക്കുന്നതിൻ്റെ ധാർമ്മികമായ അടിയന്തര സാഹചര്യത്തെ മാറ്റിവെക്കുവാൻ കഴിയുമായിരുന്നില്ല. ചില നിർണായകമായ വിഷയങ്ങളിൽ ഈ പുസ്തകം പ്രസംഗത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് നഷ്ടപരിഹാരത്തെ പറ്റിയുള്ളതല്ല എന്നതൊരു കാര്യം. എൻ്റെ പ്രസംഗം ആ വാദത്തിലേക്ക് എത്തപ്പെട്ടത് ഓക്സ്ഫോർഡ് യൂണിയൻ പ്രഖ്യാപിച്ച വിഷയം അതായിരുന്നു എന്നതുകൊണ്ടാണ്. അല്ലാതെ നഷ്ടപരിഹാരത്തിനായി ഞാൻ വ്യക്തിപരമായി പക്ഷം പിടിച്ചതായിരുന്നില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യം കൊളോണിയൽ ജനതകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന തെറ്റുകളെ എനിക്ക് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ടു. എങ്കിലും എൻ്റെ പ്രസംഗത്തിൻ്റെ ഒടുവിൽ 200 വർഷത്തെ സാമ്രാജ്യത്വ ഭരണത്തിന് പാപപരിഹാരം ചെയ്യുവാനായി 1 വർഷം 1 പൗണ്ട് എന്ന നിലയിൽ 200 വർഷത്തേക്ക് ഒരു പ്രതീകാത്മക നഷ്ടപരിഹാരത്തിൽ ഇന്ത്യ സംതൃപ്തയാകണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു. പണമല്ല, പ്രായശ്ചിത്തമാണ് പ്രധാനം. ഒരു ക്ഷമാപണം കൊണ്ട് ആ ലക്ഷ്യം നിറവേറും എന്നാണ് ഞാൻ വാദിച്ചത്. എന്നിരുന്നാലും ഒരു ഇന്ത്യൻ വ്യാഖ്യാതാവ് മിൻഹാസ് മർച്ചൻ്റ് ന്യായമായ തോതിലുള്ള നഷ്ടപരിഹാരത്തുക എത്രയായിരിക്കണമെന്ന് കണക്കാക്കാൻ ശ്രമിക്കുകയും മിതമായി പറഞ്ഞാൽ കൊടുക്കുവാൻ ആരും തന്നെ ആഗ്രഹിക്കാനിടയില്ലാത്ത വിധം ഭീമമായ ഇന്നത്തെ പണത്തിൻ്റെ മൂല്യത്തിൽ $3 മില്യൺ ഒരു തുകയിലെത്തിച്ചേരുകയും ചെയ്തു. ആ തുക 2015 ബ്രിട്ടൻ്റെ മൊത്തം GDPയേക്കാൾ വലുതായിരിക്കും. ഈ പുസ്തകം സമ്പൂർണ്ണ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ പറ്റിയുള്ളതല്ല, മറിച്ച് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ അനുഭവങ്ങളാണ്. അതിന് ഭാഗികമായ കാരണം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ മുഴുവൻ ചരിത്രവും ചർച്ച ചെയ്യേണ്ടത് ഓക്സ്ഫോർഡ് യൂണിയനിലെ പ്രകാശകർ ചെയ്തതുപോലെ ഒരുപക്ഷെ വലിയ കൈക്കൊതുങ്ങാത്ത പുസ്തകത്തിന് വേണ്ടിയായിരിക്കണം. കൂടാതെ എനിക്കതിനെപ്പറ്റി വേണ്ട വിധത്തിൽ അറിയില്ല എന്നതും ഒരു കാരണമാണ്. അതേസമയം എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഞാൻ ഉള്ളറിഞ്ഞുള്ള ഒരു മേഖലയാണ് ഇന്ത്യ ചരിത്രം. ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ ഭീകരതകളെയോ അല്ലെങ്കിൽ അടിമ വ്യവഹാരത്തിൻ്റെ അതിനിഷ്ഠൂരതയോ കുറിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ നഷ്ടപരിഹാരം ഒരുപക്ഷെ നന്നായി ന്യായീകരിക്കാവുന്നതാണ്. അടിമത്തം നിരോധിച്ചപ്പോൾ ഗവൺമെൻറ് നഷ്ടപരിഹാരം നൽകിയത് മനുഷ്യത്വരഹിതമായി കെട്ടുപാടിലേക്ക് വലിച്ചെറിയപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ളതല്ല, മറിച്ച് സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായി അവരുടെ മുൻ ഉടമകൾക്കായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അത്തരം വിഷയങ്ങളോട് നീതി പുലർത്താൻ കഴിയുന്ന മറ്റാളുകളുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസ്ഥയോടാണ് ഞാൻ ഈ പതിപ്പിൽ നീതി പുലർത്തിയിട്ടുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പുസ്തകം എൻ്റെ പ്രസംഗത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. ഓക്സ്ഫോർഡിൽ ഞാൻ സംവാദത്തിൻ്റെ ഒരു വശം വാദിക്കുകയായിരുന്നു. അവിടെ അർത്ഥവ്യത്യാസത്തിനോ എതിർവാദങ്ങളെ അംഗീകരിക്കുന്നതിനോ ഒട്ടും ഇടമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പൈശാചികതയെ പ്രശംസിക്കുന്ന ഒരു പുസ്തകത്തിൽ അതിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ പൈശാചികതയുടെ ഓരോ ഗുണങ്ങളും വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ വാദങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ധാർമ്മികമായി കടമയുണ്ടെന്ന് തോന്നി. ഓരോ അധ്യായത്തിലും ഞാനിത് ചെയ്തിട്ടുണ്ട്. വിശേഷിച്ചും 2ാമത്തെ അധ്യായത്തിലും 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഭൂരിഭാഗം തേഞ്ഞുമാഞ്ഞു നിലനിൽക്കുന്ന വാദങ്ങളെ പരിഗണിക്കുകയും നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്കും ഇന്ത്യയിലെ ബ്രിട്ടീഷിനെ പറ്റിയുള്ള അടുത്ത കാലത്തിറങ്ങിയ പാണ്ഡിത്യ സ്വഭാവമുള്ള രചനകളിലേക്കും വിപുലമായ ഗവേഷണ മനോഭാവത്തോടെ വായനയ്ക്കായി ഞാനും വർഷങ്ങൾ നീക്കിവെച്ചു. അവസാന ഭാഗത്തെ കുറിപ്പുകളിൽ അതെല്ലാം ക്രമമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ വാദങ്ങൾക്ക് മതിയായ വിധത്തിൽ വിദഗ്ധരുടെ പിന്തുണയുണ്ടെന്നാണ്. അതുകൊണ്ട് എന്നോട് വിയോജിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിനെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. ഒടുവിലായി ഈ പുസ്തകം ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊരു കഥയല്ല പറയുന്നത്.
ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെയും ഉയർച്ചയും സംബന്ധിക്കുന്ന കാലാനുക്രമമായ ആഖ്യാനങ്ങളുടെ കണക്കുകൾക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ അതിവിടെ കണ്ടെത്തുകയില്ല. ഇതിൻ്റെ ആമുഖത്തിന് മുൻപായി നൽകിയിട്ടുള്ള കാലഗണനയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് സംഭവങ്ങളുടെ ശ്രേണിയെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ പതിപ്പിൻ്റെ ലക്ഷ്യം രാജിൻ്റെ പാരമ്പര്യത്തെ പരിശോധിക്കുകയും അതിൻ്റെ ആരോപിതമായ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളെ വിമർശനാത്മകമായി പഠിക്കുകയും അതിനെതിരെയുള്ള വാദങ്ങളും തെളിവുകളും ഹാജരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പ്രസംഗം തീർച്ചയായും സാർവലൗകികമായ അംഗീകാരം നേടിയിരുന്നില്ല. സാമ്രാജ്യത്തിൻ്റെ പല ഭാവങ്ങളും നന്മ തിന്മകളുടെ ഏത് സാമാന്യവൽക്കരണത്തിനും നീതി പുലർത്തുവാൻ കഴിഞ്ഞിരുന്നതിനേക്കാൾ സ്വഭാവത്തിൽ വളരെയധികം സങ്കീർണമോ ആയില്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ അവ്യക്തമോ ആയിരുന്നു. എൻ്റെ സംവാദത്തിൽ സന്ദർഭത്തിൽ എനിക്ക് കട്ടിച്ച് അംഗീകരിക്കുവാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരു സംവാദ പ്രസംഗത്തിൽ സാധ്യമാകുന്നതിനേക്കാളധികം ആഴത്തിലുള്ള പ്രതിപാദനവും സ്ഥിരീകരണവും ആവശ്യമുണ്ടായിരുന്നു എന്ന അനുമാനത്തിൽ നിന്നുമാണ് ഈ പുസ്തകം ഉണ്ടായിരിക്കുന്നത്. അതിലൊക്കെ ഉപരിയായി എൻ്റെ അധ്യായങ്ങളിലൊന്നിൻ്റെയും വിഷയവുമായി നേരിട്ട് യോജിക്കുന്നില്ലെങ്കിലും പ്രസംഗത്തോടുള്ള പ്രതികരണമായി ഉണ്ടായിട്ടുള്ള മറ്റു പല വാദങ്ങളെയും ഇവിടെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഈ വിമർശനങ്ങളിൽ ഏറ്റവും പൊതുവായ കാര്യം ബ്രിട്ടൻ്റെ കൊളോണിയൽ ക്രൂരതകൾക്കെതിരെയുള്ള എൻ്റെ ആക്രമണങ്ങളെ ഇന്ത്യയുടെ കോളനി കാലാന്തര പരാജയങ്ങൾ അസാധുവാക്കി കളഞ്ഞു എന്നതാണ്. തരൂർ ഒരുപക്ഷെ സംവാദത്തിൽ വിജയിച്ചിട്ടുണ്ടാകാം, പക്ഷേ ധാർമ്മിക വിജയം ഇന്ത്യയുടെ പിടിയിൽ നിന്നും തെന്നിമാറുന്നു എന്ന് ടൈമിൽ ശിഖ ഡാൽമി എഴുതി. ഇന്ത്യക്ക് ലഭിച്ച ഏതെങ്കിലും നഷ്ടപരിഹാരം നന്നായി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അവ ലക്ഷ്യമിട്ട ഉപഭോക്താക്കളിലേക്ക് എത്തപ്പെടുകയോ ചെയ്തതിന് തെളിവില്ല എന്നാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രകടനം സൂചിപ്പിക്കുന്നത് എന്നാണ് അവർ വാദിച്ചത്. സ്വാതന്ത്ര്യാനന്തരമുണ്ടായ കഴിവില്ലായ്മ അതിനു മുൻപുണ്ടായ ക്ഷാമങ്ങളെ ന്യായീകരിക്കുന്നില്ലെങ്കിലും 2010 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിപ്പോയിൽ 10,000 ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ കേടുവന്നതായി കണ്ടെത്തിയത് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമുണ്ടായ ഭരണാധികാരികളുടെ പരിതാപകരമായ മനോഭാവത്തിൻ്റെ പ്രകടനമാണെന്ന് ഒരു ബ്ലോഗർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ 68ാം സ്വാതന്ത്ര്യ വാർഷികത്തിൽ 52 വർഷം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി MP എന്ന നിലയിലുള്ള എൻ്റെ സ്ഥാനം ആക്രമങ്ങളുടെ മറ്റൊരു ശ്രേണിയിലേക്ക് എന്നെ കടത്തിവിട്ടു. കമൻറ്റേറ്ററായ ജോനാഥൻ ഫോമാൻ അതിനെപ്പറ്റി ഏറ്റവും തുറന്നടിച്ചെഴുതി. കോൺഗ്രസ് പാർട്ടി 6 ദശകങ്ങളോളം ഇന്ത്യയിൽ ദുർഭരണം നടത്തി. എല്ലായ്പ്പോഴും അത് വർദ്ധിച്ച തോതിൽ ധാർഷ്ട്യമുള്ളതും ദുഷിപ്പിക്കുന്നതുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബ്രിട്ടീഷ് മുൻഗാമികളെപ്പോലെ സാധാരണ ഇന്ത്യക്കാരിൽ നിന്നും മിക്കവാറും അകന്ന നിലയിലാണ് അവർ കാണപ്പെട്ടത്. ഇന്ത്യയുടെ സങ്കടകരമായ ഹിന്ദു വളർച്ചാ നിരക്കിന് ഉത്തരവാദികളായിരുന്നവർ കോൺഗ്രസിൽ നിന്നുള്ള ഇന്ത്യക്കാരായ നേതാക്കന്മാരായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസ അവഗണന, സോഷ്യലിസ്റ്റ് പ്ലാനിങ്ങിനോടുള്ള ഭ്രമം, ലൈസൻസ് രാജിൻ്റെ സംരക്ഷണം, ഒരുപിടി കുത്തക ബിസിനസ് കുടുംബങ്ങളുമായുള്ള അവയുടെ ദുഷിച്ച ഇടപാടുകൾ എന്നിവ മുഖാന്തരം 1980-നും 1980-നുമിടയിൽ ദക്ഷിണ കൊറിയയും മെക്സിക്കോയും പോലെയുള്ള രാജ്യങ്ങൾ ആളോഹരി GDPയുടെ കാര്യത്തിൽ ഇന്ത്യയെ മറികടന്നുവെന്ന് യാതൊരു മയമില്ലാതെ അദ്ദേഹം തുറന്നടിച്ചു. ഈ വിമർശനങ്ങളിൽ ചിലത് യുക്തിയുക്തമാണെങ്കിലും അത്രയും തീവ്രതയോട് തീക്ഷ്ണമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പുസ്തകങ്ങളിൽ അവയുടെ രൂപാന്തരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൂട്ടം പരാജയങ്ങൾ മറ്റൊന്നിനെ അസാധുവാക്കില്ല. 20 ദശകങ്ങൾ നീണ്ട കൊളോണിയൽ അടിച്ചമർത്തലുകളെ 6 ദശകം കൊണ്ട് ഇല്ലാതെയാക്കുവാൻ കഴിയുകയില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റുകളുടെ, സത്യത്തിൽ കോൺഗ്രസിൻ്റെ റെക്കോർഡ് എന്ന നിലയിലും ഇന്ത്യയിലെ അവരുടെ ബ്രിട്ടീഷ് കൊളോണിയൽ മുൻഗാമികളുടേതിനേക്കാൾ മെച്ചമായിരുന്നു. വിശേഷിച്ചും GDPയുടെ വളർച്ച, സാക്ഷരത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആയുർദൈർഘ്യം, വരൾച്ചയെ മറികടക്കുക, വിളനഷ്ടം തുടങ്ങിയവയുടെ കാര്യത്തിൽ ഏത് കേസിലും ചരിത്രത്തെ വ്യത്യസ്തങ്ങളായ യുഗങ്ങളിലെ തെറ്റായ ചെയ്തികളുമായി താരതമ്യം ചെയ്യുന്നത് പോലെയുള്ള ചില കളികളിലേക്ക് ചുരുക്കുവാൻ കഴിയുകയില്ല. ഓരോ കാലഘട്ടവും അതിൽ തന്നെ അതിൻ്റെ വിജയങ്ങളും പരാജയങ്ങളുമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഓക്സ്ഫോർഡ് സംവാദത്തിൻ്റെ പ്രധാന ഭാഗം നഷ്ടപരിഹാരങ്ങളായിരുന്നു എന്ന വസ്തുത വിമർശനാഗ്നികൾക്ക് ഇന്ധനം പകർന്നു. ഒരു ഇന്ത്യൻ നിരീക്ഷകൻ വാദിച്ചത് നഷ്ടപരിഹാരത്തിനുള്ള അവകാശവാദം വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ സുരക്ഷിതത്വമില്ലായ്മയെയും ആത്മാഭിമാനത്തെയും ആയിരുന്നു. മാത്രമല്ല, ഇത്തരം വാദം നടത്തുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാരുടെ തലയിലിടുകയാണത്രേ. കൊളോണിയൽ അപകടത്തിൻ്റെ നഷ്ടപരിഹാരം സ്വീകരിക്കുവാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ള ഉപഭോക്താക്കളെ
തിരിച്ചറിയുക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയത്.